നീ എൻ്റെ ഏറ്റവും വലിയ വിശ്വാസി ആയതുകൊണ്ട് ഞാൻ നിനക്ക് എന്നെ നിനക്ക് ഇഷ്ടമുള്ള സാധനത്തിലേക്ക് കൊണ്ടെത്തിച്ചു തന്നിട്ട് പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തനി സ്വരൂപം നീ ഇപ്പൊ കാണും. ഒരു അവിശ്വാസി ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ കൃഷ്ണൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഭഗവത്ഗീത അല്ലേ? കൃഷ്ണന്റെ ഏറ്റവും വലിയ ഭക്തനാരാ? അർജുനൻ. അർജുനന്റെ എന്താണ് അർജുനൻ താല്പര്യം? ഏറ്റവും വില്ലാളി വീരനാവും. വില്ലാളി വീരനാവാണെന്ന് നമുക്ക് ടെസ്റ്റ് നടത്തിയ പോരല്ലോ. ഒരു യുദ്ധം ഉണ്ടാവണ്ടേ അല്ലേ? ആ യുദ്ധം ഉണ്ടാക്കി അർജുനന് വേണ്ടി വില്ലാളി വീരനാവാൻ അല്ലെ, ജയിക്കാൻ, ഏറ്റവും വലിയ യോദ്ധാവാൻ. എന്നിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തിയപ്പോ അർജുനൻ പറയാ, എനിക്ക് പറ്റില്ല അമ്മാവനെതിരെയും അമ്മാവന്റെ മക്കളുടെ എതിരെ യുദ്ധം ചെയ്യാൻ അല്ലേ? അപ്പൊ കൃഷ്ണൻ എന്താ പറഞ്ഞ, നീ എൻ്റെ ഏറ്റവും വലിയ വിശ്വാസി ആയതുകൊണ്ട് ഞാൻ നിനക്ക് എന്നെ നിനക്ക് ഇഷ്ടമുള്ള സാധനത്തിലേക്ക് കൊണ്ടെത്തിച്ചു തന്നിട്ട് പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തനി സ്വരൂപം നീ ഇപ്പൊ കാണും. തനി സ്വരൂപം മീൻസ് അവിടെ തന്റെ തനി സ്വരൂപം കാണിച്ചു എന്നാ പറയണ അല്ലേ? ഒന്നെങ്കിൽ നീ യുദ്ധം ചെയ്യാൻ വരരുതായിരുന്നു. യുദ്ധം ചെയ്യാൻ വന്ന സ്ഥിതിക്ക് യുദ്ധം ചെയ്തേ പറ്റൂ. അമ്മാവനാണ്, അമ്മാവന്റെ മോൻ കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നീ എൻ്റെ തനി സ്വരൂപം കാണുമെന്ന് പറഞ്ഞപ്പോൾ തനി സ്വരൂപം കാണിച്ചു. അവിടെ അർജുനൻ മുട്ടുകുത്തി നമസ്കരിച്ചു എന്നാ പറയണ. അർജുനന്റെ ഉള്ളിലുള്ളതാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് അല്ലേ? കൃഷ്ണന്റെ ഉള്ളിലല്ല അർജുനൻ. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ എല്ലാവരുടെ ഇഷ്ടം നടത്തി കൊടുക്കണ്ടായിരുന്നേ അല്ലേ? അപ്പൊ ആരുടെ ഉള്ളിലാണ് ദൈവം? നമ്മുടെ ഉള്ളിൽ തന്നെ. അപ്പൊ ഭഗവത്ഗീത എന്താണ് പഠിപ്പിക്കുന്നത്? അതും നിന്റെ ഉള്ളിലാണ്. നീ അപ്പാന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ കാര്യം വർത്തിത്തരും. അപ്പൊ പിന്നെ നമ്മൾ ഒരു മതവിഭാഗത്തിന്റെ പേര് പറഞ്ഞ് മറ്റൊരു വിഭാഗത്തിലെ ആളെ ദ്രോഹിക്കുമ്പോൾ തന്റെ ദൈവമാണ് ഏറ്റവും ദൈവം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ച അല്ലേ? തന്റെ മതത്തിലുള്ള ദൈവമാണോ ഏകദൈവം, അത് മാത്രമുള്ള ദൈവം എന്ന് അല്ലേ? അവിടെയല്ല എല്ലാ തർക്കങ്ങളും ഉണ്ടാവണ്. ആ ഏകദൈവമാണ് അപ്പൊ എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. അപ്പൊ ആ ദൈവത്തിന്റെ സൃഷ്ടിയാണല്ലോ. അപ്പൊ ആ സൃഷ്ടിയെ ദ്രോഹിക്കുവോ? മുസൽമാനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ദ്രോഹിക്കാൻ പാടില്ലല്ലോ. അവൻ ഏകദൈവ വിശ്വാസിയാണെങ്കിൽ അപ്പൊ തമ്മിലടിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതാ വിശ്വസിക്കാത്തത് ആരാ? ഈ പറയുന്ന വിശ്വാസിയാണ്. ഒരു വിശ്വാസി ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചോദിക്കുന്നു പറഞ്ഞാ, നിന്നെ സൃഷ്ടിച്ചത് ആരാണെന്ന്. ഒരു അവിശ്വാസി ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഭഗവത്ഗീതയൊക്കെ ഒന്ന് തിരിച്ചു വന്നിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ എവിടേക്ക് വരാണ്? എവിടെയാ ജനിച്ചത് അമൃത? ഞാൻ എറണാകുളം. ഞാൻ എന്നോട് ചോദിച്ചത് ഭൂമിയിലെന്ന് പറയും. ഞാനില്ല അറിയാം, എന്നാലും എറണാകുളം എന്ന് പറയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയും തിരിച്ചു വരാൻ പറഞ്ഞത്. കാരണം ഇതൊന്നും ഭഗവത്ഗീത അല്ല ഈ മുന്നിൽ നടക്കണമെന്ന് അല്ലേ? അഹം ബ്രഹ്മാസ്തി എല്ലാതും അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു വരും അമൃത. അമൃത എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? എനിക്ക് പുതിയ പടത്തിന്റെ വിശേഷം കുറച്ച് അറിഞ്ഞാൽ കൊള്ളാം. ഓക്കെ, നമ്മൾ അതിലേക്ക് വരാം.